കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണല്ലോ ഇപ്പോൾ രാമനാട്ടുകര സ്വദേശി 43-കാരൻ നിപ്പ ബാധിച്ച് ചികിത്സയിലുള്ളത്. ഈ രോഗം നിപ്പ തന്നെയാണ് എന്ന് ഇപ്പോൾ പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയും സ്ഥിരീകരിച്ചു എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട് ആ രോഗിയുടെ ആരോഗ്യനില? ഇപ്പോൾ അദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടിക പരിശോധിക്കുമ്പോൾ 70ഓളം ആളുകളുണ്ട്. അതായത് വളരെ നീണ്ട സമ്പർക്ക പട്ടികയാണ്. അതിൽ ആരോഗ്യ പ്രവർത്തകരുണ്ട്, അതോടൊപ്പം തന്നെ അല്ലാത്തവർ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ അടങ്ങുന്ന വിപുലമായ ഒരു സമ്പർക്ക പട്ടികയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടെയ്ൻമെന്റ് എവിടെ ആയിരിക്കണം, ഏതൊക്കെ മേഖലകളാണ് ഇനി പ്രത്യേകിച്ച് നിയന്ത്രിച്ച് തിരിച്ച് പരിശോധനകൾ ആവശ്യമായിട്ടുള്ളത് എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ? ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന രോഗിയുടെ ആരോഗ്യസ്ഥിതി എന്താണ്? ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് നേരത്തെ ഈ നിപ്പയ്ക്ക് വേണ്ട മരുന്നിന്റെ കാര്യത്തിൽ ക്ഷാമമുണ്ട് കേരളത്തിൽ എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ചികിത്സ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ? ഡോക്ടർമാർ എന്താണ് പറയുന്നത്? ഗോപി, അല്പം മുൻപാണ് ഞാൻ ഈ നിപ്പയുടെ ചുമതലയുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ KG സജിത്തുമായി സംസാരിച്ചത്. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് മരുന്നുകളുടെ ദൗർബല്യമില്ല, മാത്രവുമല്ല അഗോളയ്ക്ക് വേണ്ടി നേരത്തെ തന്നെ മെഡിക്കൽ കോളേജ് തയ്യാറെടുപ്പ് നടത്തിയുകൊണ്ട് നിപ്പ രോഗികളുടെ എണ്ണം കൂടിയാൽ പോലും കോഴിക്കോട് മെഡിക്കൽ കോളേജിന് അതിനെ നേരിടാൻ സാധിക്കും. കാരണം നിപ്പയെ അതിജീവിച്ച ചരിത്രം, ആ ട്രാക്ക് റെക്കോർഡ് ഉള്ളതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്. ഗോപിക്ക് അറിയാവുന്നതാണ്. പക്ഷേ എന്നാൽ ഈ രോഗിയുടെ അവസ്ഥ അതീവ ഗുരുതരമായാണ് തുടരുന്നത്. വെന്റിലേറ്റർ സപ്പോർട്ടിലാണ് രോഗി. ഇപ്പോഴും BP ഫ്ലക്ച്വേഷൻ ഉണ്ട്. അതായത് ഓരോ മണിക്കൂർ ഇടപെട്ടുള്ള റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ രോഗി അപകടകരമായ നിലയിൽ തുടരുന്നു, സിങ്കിങ് സ്റ്റേജിലാണ് എന്നുള്ളതാണ് വസ്തുത. പക്ഷേ എന്നാൽ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, 58 ആരോഗ്യ പ്രവർത്തകർ, അതിൽ പ്രധാനമായും കോഴിക്കോട് മിംസ് ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരാണ്. കാരണം മിംസിൽ OP-യിൽ എത്തുന്നു, അത് കഴിഞ്ഞ് ജനറൽ വാർഡിൽ അഡ്മിറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഇയാൾ MRI സ്കാനിങ്ങിനും അതുപോലെ എക്കോ ടെസ്റ്റിനും എല്ലാം പോയിട്ടുണ്ട്. 7-ാം തീയതി മുതൽ അവിടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിനു മുമ്പ് മറ്റൊരു ആശുപത്രിയിലും പോയിട്ടുണ്ട്. മറ്റൊന്ന്, ഇയാൾ ഒരു ഗോഡൗൺ വൃത്തിയാക്കാൻ, ഇയാളുടെ ഒരു വ്യാപാര ആവശ്യത്തിന് വേണ്ടി ഒരു ഗോഡൗൺ എടുത്തിരുന്നു. അവിടെയാണോ ഉറവിടം എന്നുള്ള സംശയമുണ്ട്. മറ്റൊന്ന്, ഇയാളുടെ വീട്ടിലുള്ള ഒരു ഫലവൃക്ഷമാണോ ഇതിന് ഉറവിടം എന്നുള്ളതും കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ ഇതുവരെയും പറ്റിയിട്ടില്ല. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു സമ്പർക്ക പട്ടിക ഉണ്ട്. ഇന്നലെ തന്നെ ആരോഗ്യമന്ത്രി ഇന്നലെ തത്സമയം 24-ലാണ് ഇക്കാര്യം ആദ്യം തന്നെ പറയുന്നത്, വലിയ സമ്പർക്ക പട്ടികയുണ്ട് എന്നുള്ളത്. ഇപ്പോൾ തന്നെ പ്രാഥമികമായി ലഭ്യമായ സമ്പർക്ക പട്ടികയിൽ 58 ആരോഗ്യ പ്രവർത്തകരും മറ്റു ബന്ധുക്കളും മറ്റുമായി 15 പേരും, ക്ലോസ് കോണ്ടാക്റ്റിൽ വന്നവർ ഇത്രയും പേരുണ്ട്. ഇനി ഇതിൻ്റെ 2-ാം ലെയറും 3-ാം ലെയറിലേക്കും ഉള്ള സമ്പർക്കം. മറ്റൊന്ന്, ഇയാളുടെ ഒപ്പം തന്നെ ഗോഡൗൺ വൃത്തിയാക്കാൻ മറ്റൊരാൾ ഉണ്ടായിരുന്നു, അയാൾക്ക് രോഗലക്ഷണമില്ല. അന്ന് ഏതായാലും മെഡിക്കൽ കോളേജിൽ കൃത്യമായ എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. നിപ്പ രോഗലക്ഷണവുമായി വരുന്നവരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അതുപോലെ ക്ലോസ് കോണ്ടാക്റ്റിൽ വന്നവരെയും മറ്റുള്ളവരെ എല്ലാവരെയും തന്നെ അവർ ക്വാറന്റൈനിൽ ഇരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കണ്ടെയ്ൻമെന്റ് സോൺ ഇതുവരെയും ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ വേണ്ടി വന്നാൽ ചിലപ്പോൾ ഫറൂഖ് രാമനാട്ടുകര മേഖല, ഫറൂഖ് കോളേജിന് തൊട്ടടുത്തുള്ള പ്രദേശം കണ്ടെയ്ൻമെന്റ് സോണായി മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് സാഹചര്യം വിലയിരുത്തി മാത്രമായിരിക്കും. നിലവിൽ ഒരാൾ മാത്രമാണ് രോഗി എന്നുള്ളത് കൊണ്ട് അതിപ്പോൾ തൽക്കാലം വേണ്ടെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ഗോപികൃഷ്ണൻ. ദീപക്, ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ വിവരങ്ങൾ കൃത്യമായി നമുക്ക് ലഭ്യമാകുമോ, ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു സംശയമായി ചോദിക്കുകയാണ്. കാരണം നിപ്പ വൈറസിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 മരുന്നുകൾ ഇപ്പോൾ നൽകുന്നത്, ഒന്ന് റെംഡെസിവിറും അതുപോലെ തന്നെ റിബാവൈറിനുമാണ്. ഇനി ഏറ്റവും രോഗം മൂർച്ഛിക്കുന്ന ഘട്ടത്തിൽ മോണോക്ലോണൽ ആന്റിബോഡി നൽകുന്ന, അതായത് അനുമതിയോടുകൂടി നൽകുന്ന ഒരു പതിവുമുണ്ട്. ഇതിൽ ഈ ചികിത്സ എങ്ങനെ വേണം, പ്രത്യേകിച്ച് ഗുരുതരാവസ്ഥയിലാണ് രോഗി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ചികിത്സ എങ്ങനെ വേണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടോ? ചികിത്സയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടോ? ഗോപി, വളരെ കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഇതിൽ മെഡിക്കൽ കോളേജിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 ഡോക്ടേഴ്സിന് പ്രത്യേക ചുമതല നൽകിയിരിക്കുന്നു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുടെ മേൽനോട്ടത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. മാത്രവുമല്ല, നേരത്തെ തന്നെ, അതായത് ഇന്ന് ആരോഗ്യമന്ത്രി വിളിച്ച ഓൺലൈൻ യോഗത്തിൽ വളരെ കൃത്യമായി ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞത്, നേരത്തെ നിപ്പ കൈകാര്യം ചെയ്ത് പരിചയമുള്ള ആളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ, അതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ ചുമതല നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ തന്നെ ഇത് അതിജീവിച്ച ഒരു പരിചയം കോഴിക്കോട് മെഡിക്കൽ കോളേജിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ ആദ്യ സ്റ്റേജിലുള്ള ചികിത്സയാണ് ഇപ്പോൾ നടക്കുന്നത്. മോണോക്ലോണൈഡ് ഉപയോഗിച്ചുള്ള ഏറ്റവും അവസാന ഘട്ടത്തിൽ ഉള്ള ചികിത്സയിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ രോഗി മരുന്നുകളോട് പൂർണ്ണമായും പ്രതികരിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വെന്റിലേറ്റർ സപ്പോർട്ടിൽ രോഗി സിങ്കിങ് സ്റ്റേജിൽ തുടരുന്നു എന്നുള്ളത് മാത്രമാണ്. മറ്റൊന്ന്, മരുന്നിൻ്റെ ലഭ്യത സംബന്ധിച്ച് അത് ഉറപ്പാക്കാൻ വേണ്ടി കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ രോഗികളുടെ എണ്ണം കൂടുകയാണെങ്കിൽ
ഒരു അടിയന്തര സാഹചര്യത്തിലേക്ക് പോകേണ്ടി വരും. അത് കൂടുതൽ പ്രശ്നസങ്കീർണമാവുകയും ചെയ്യും. പക്ഷേ അങ്ങനെ പോകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഒരു മെഡിക്കൽ ഇന്റലിജൻസ് എന്നുള്ള നിലയിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഗോപികൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.